ജൂലൈ 31-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വയനാട് ചാലിയാർ റിവറിലേക്ക് ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടാണ്. വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ് നമ്മളെല്ലാവരും ഈ വാർത്തകളിൽ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് വളരെ ഇടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് സ്ലൈഡ് അതുമായി ബന്ധപ്പെട്ട ചാലിയാർ റിവറിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് വെസ്റ്റേൺ ഘാട്ട്, അതുപോലെ തന്നെ ഈ ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ ഈ ഒരു ചാലിയാർ റിവർ, ഇവ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ ഈ ഒരു ചാലിയാർ റിവറും മറ്റു കാര്യങ്ങളാണ് നോക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ വാർത്ത എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 122ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഇത് പഴയ ഡാറ്റയാണ്, കൂടുതൽ ഡാറ്റ വന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ വയനാട് കേരളത്തിലുള്ള സ്ഥലമാണെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ആക്ച്വലി ചാലിയാർ റിവറിൽ വെച്ചിട്ടാണ് പല ബോഡീസും കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ചാലിയാർ റിവറിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാലിയാർ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ 4th ലാർജസ്റ്റ് അല്ലെങ്കിൽ 4th ലോങ്സ്റ്റ് റിവറാണ്. ടോട്ടൽ 169 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു റിവറിനെ തന്നെയാണ് ചുലിക റിവർ, നിലമ്പൂർ റിവർ, ബേപ്പൂർ റിവർ എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ളത്. ബിക്കോസ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആ റിവറിൻ്റെ പേരിൽ വ്യത്യാസം വരും എന്നുകൂടി ഓർത്തുക്കാം. ഇലമ്പരേരി ഹിൽസിൽ നിന്നാണ്, നീലഗിരി ജില്ലയിലുള്ള ഇലമ്പരേരി ഹിൽസിൽ നിന്നാണ് ഈ ഒരു ചാലിയാർ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകിയിട്ട് കടലിലേക്ക്, ബേ ഓഫ് അറേബ്യൻ സീയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചാലിയാർ റിവർ ബാങ്കുകളിൽ ഗോൾഡ് ഫീൽഡുകൾ ഉള്ളതായിട്ട്, നാച്ചുറൽ ഗോൾഡ് ഫീൽഡുകളായിട്ടുള്ള ഒരു ഫേമസ് ആണ്. അതായത് ഇതിൻ്റെ മണ്ണിൽ സ്വർണത്തിൻ്റെ തരികളുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് അറേബ്യൻ സീയിലേക്ക് വന്ന് ബേപ്പൂർ പോർട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് അറേബ്യൻ സീയിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന ഒരു റിവർ കൂടിയാണ് ചാലിയാർ റിവർ എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. ഇതാണ് ചാലിയാർ റിവറിൻ്റെ ഏകദേശം ഒരു മാപ്പ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് കിഴക്ക് നിന്ന് ഒഴുകി പടിഞ്ഞാറോട്ട് വന്നിട്ട് അറേബ്യൻ സീയിൽ പതിക്കുന്ന ഒരു റിവറാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഈ ഒരു ലാൻഡ് സ്ലൈഡിനെ കുറിച്ചും വെസ്റ്റേൺ ഘാട്ടിൻ്റെ വൾണറബിലിറ്റീസിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ബ്രീഫായിട്ട് ചാലിയാർ റിവറിൻ്റെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഗവർണറുടെ പവർ മിസ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നോക്കുവാണ് ഈ ഒരു ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് പല സംസ്ഥാനങ്ങളിലും കാണുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഗവർണർമാർ അവരുടെ അധികാര പരിധി വിട്ട് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുകയും നിയമനിർമ്മാണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. ഇത് തത്വത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നിയമനിർമ്മാണം എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് ബോഡി, അതായത് നിയമസഭയുടെ അധികാരമായിട്ടുള്ള സംഭവമാണ്. അത് എഗ്രി ചെയ്യുക, അസെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഗവർണർക്കുള്ളതായിട്ടുള്ളത്. മറിച്ച് ഗവർണർ അസെൻഡ് ചെയ്യാണ്ടോ അത് റിട്ടേൺ ചെയ്യാണ്ടോ ഒക്കെ ആയിട്ട് കയ്യിൽ തന്നെ വിത്ത്ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്, അതായത് ഒപ്പിടാതെ കയ്യിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് ആ നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കാൻ കാരണമാവുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇൻ്റർവ്യൂൻ ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൻ്റെ വിഷയത്തിലൊക്കെ സുപ്രീം കോടതി ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് അവിടുത്തെ ഗവർണറോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്, തെലങ്കാന കേസുകളിലും ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഗവർണേഴ്സ് അവരുടെ ഇനാക്ഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൃത്യമായിട്ട് നടപടി എടുക്കേണ്ടതായിട്ട് ഗവർണർമാരെ ബില്ല് പെൻഡിങ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പരിശോധിച്ചു വരികയാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇൻ കേസ് ഗവർണേഴ്സ് കുറേ കാലം ബില്ല് ഹോൾഡ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഉടനെ തന്നെ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഇതും വീണ്ടും ഡിലേയിലേക്ക് കാരണമാവുന്നുണ്ട്. കാരണം പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് അയച്ചു കൊടുത്താൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനത്തിനായിട്ട് വെയിറ്റ് നിൽക്കണം. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെയും എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ചാണ് പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. സോ അതിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രസിഡന്റിൽ നിന്നും അതിൻ്റെ നിയമം പരിഗണിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒരു ഓപ്ഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. രണ്ടു പേർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അധികാരങ്ങളുണ്ട്, നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്. അവർക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 പ്രകാരം ഷെഡ്യൂൾ 7 പ്രകാരമുള്ള ലിസ്റ്റിലുള്ള വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതിൽ സ്റ്റേറ്റിനും യൂണിയൻ ലിസ്റ്റിലുള്ളതിന് സെൻട്രൽ ഗവൺമെൻറ്റും കൺകറൻറ്റ് ലിസ്റ്റിലുള്ളവർക്ക് രണ്ട് പേർക്കും നിയമനിർമ്മാണ അധികാരമുണ്ട് എന്നുകൂടി ഓർത്തുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വളരെ ഡിഫൈൻഡ് ആയിട്ട് നിയമനിർമ്മാണ അധികാരം ഉണ്ടെങ്കിലും ഈ ഒരു പ്രസിഡൻഷ്യൽ അസെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗവർണറുടെ അസെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത്, ഗവർണറുടെ അസെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ മാത്രമാണ്. ബട്ട്
ആ പ്രൊസീജിയർ ഡിലേ ആവുന്നത് കാരണം അതിനുശേഷം അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫെഡറലിസത്തിലെ പ്രിൻസിപ്പിൾസിനെ മിസ്യൂസ് ചെയ്യാം. കാരണം സ്റ്റേറ്റിന് നിയമനിർമ്മാണ അധികാരമുള്ള ഒരു ഒരു നിയമത്തെ വീണ്ടും പ്രസിഡന്റിന് അയച്ചു, അതായത് യൂണിയന്റെ കൺകറൻസിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയമാണ് കേരളം എന്ത് ചെയ്യുന്നതായിട്ടുള്ള സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളെ അതിനെ പാസ്സാക്കാതെ അതിനെ അസെൻഡ് ചെയ്യാതെ ഗവർണർ ഹോൾഡ് ചെയ്യുന്നു. ഇൻ കേസ് അത് ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ അത് റിഫ്യൂസ് ചെയ്തിട്ട് അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്ന ഒരു രീതി ആക്ച്വലി ഫെഡറലിസത്തിന് തന്നെ ഒരു ചാലഞ്ചാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ പല കേസുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവർണേഴ്സ് ബില്ലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അസെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരത് റിട്ടേൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ അസെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 10 മാസം മുതൽ 23 മാസം വരെ, അതായത് 1 വർഷം മുതൽ 2 വർഷം വരെയാണ് ബില്ലുകൾ പെൻഡിങ് വെക്കുന്നത്. അത് ഇതേപോലെ കോടതിയിലൊക്കെ ചാലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യം വരും, അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയാണ് വിത്തൗട്ട് എനി റീസൺ എന്നുള്ളതാണ്. ഇത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. സോ ഈ വിഷയമാണ് കേരളം ചാലഞ്ച് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം ആക്ച്വലി ഇവിടെ ഗവർണർമാർ എന്തുകൊണ്ട് ബില്ലുകൾ വിത്ത്ഹോൾഡ് ചെയ്ത് നോക്കുന്നത് വെച്ചാൽ, ഗവർണർ എന്ന് പറയുന്നത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്, ഇലക്ഷൻ വഴി വരുന്നതല്ല, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. നോർമലി പൊളിറ്റിക്കലി താല്പര്യമുള്ള ആൾക്കാരെയൊക്കെയാണ്, അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ റൂളിംഗ് പാർട്ടിയുടെ സെൻട്രൽ ഗവൺമെന്റിന് റൂളിംഗ് പാർട്ടിക്ക് താല്പര്യമുള്ള ആൾക്കാരെയൊക്കെയാണ് ഗവർണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പം ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഗവർണേഴ്സിനെ യൂസ് ചെയ്യുന്നു, അതൊരു ഏജന്റ് ആയിട്ട് ഗവർണർ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം നമ്മുടെ രാജ്യത്ത് മുന്നേ ഉള്ളതാണ്. അപ്പം ആക്ച്വലി ഈ ഒരു സെൻട്രലിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷനാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സിൽ പോലും സെൻട്രൽ ഗവൺമെന്റ് ഗവർണർ വഴി ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, പുതുതായിട്ട് വരുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ 2024 ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആക്ച്വലി ഇതിലെ ഡ്രാഫ്റ്റ് ബില്ലിലെ പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലും അവർ എന്ത് ചെയ്യുന്നതായിട്ട് അവർ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുള്ള, യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണമെങ്കിൽ പോലും ഒരു ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് എടുക്കേണ്ട സാഹചര്യമാണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്? ഇപ്പോൾ ഇതൊരു ബില്ല് മാത്രമാണ്, ഇത് ഡിസ്കഷൻ കഴിഞ്ഞ് അതൊരു ആക്റ്റായി മാറിയെങ്കിൽ മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് വരുള്ളൂ. പക്ഷേ എന്താണ് ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ പറയുന്നത് വെച്ചാൽ, ഈവൻ ദ ഇൻഫ്ലുവൻസേഴ്സ് അവരെയും ബ്രോഡ്കാസ്റ്റർ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് കണ്ടന്റ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊടുക്കുന്ന എല്ലാ ആൾക്കാരെയും ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ മുന്നേ ഈ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു, അതിൻ്റെ സെക്കൻഡ് ഡ്രാഫ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ 2024. നേരത്തെ ഉണ്ടായിരുന്ന കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് ആക്ട് ഓഫ് 1995 റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.